നമസ്കാരം. പ്രധാന വാർത്തകളുമായി ഞാൻ ലേഖ ജസ്റ്റിൻ. ബാരാമതിയിൽ വിമാനാപകടം. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ അന്തരിച്ചു. അപകടം ബാരാമതി വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുന്നതിനിടെ. അജിത് പവാർ കൊല്ലപ്പെട്ട വിമാന ദുരന്തം ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ട് DGCA. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ ദേഹവിയോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് തുടങ്ങിയവർ അനുശോചനം അറിയിച്ചു. ആഗോള കാർഷിക ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ പ്രദർശനവേദിയായി ഗൾഫുഡ് 2026. ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മികവ് വ്യക്തമാക്കി അപ്പേഡ പവലിയൻ തുറന്നു. ലോകോത്തര ഉൽപ്പന്നങ്ങളുമായി പ്രദർശനത്തിൽ ശ്രദ്ധേയമായി ലുലു പവലിയൻ. മലയാളി സംരംഭകരുടെ അടിപൊളി റിഫ്രഷിംഗ് ഡ്രിങ്ക് ലുലു അവതരിപ്പിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ ഭക്ഷ്യപാനീയ വാണിജ്യ പ്രദർശനമായ ഗൾഫുഡ് പ്രദർശനത്തിന്റെ 31ാം പതിപ്പിന് മികച്ച പ്രതികരണം. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലും എക്സിബിഷൻ സെന്ററിലുമായി നടക്കുന്ന പ്രദർശനത്തിൽ ലോകത്തെ മുൻനിര സ്ഥാപനങ്ങളും വിദഗ്ധരും അടക്കം പങ്കെടുക്കുന്നു. ഇന്ത്യയിൽ നിന്നുള്ള 200ഓളം എക്സിബിറ്റർമാരാണ് ഇത്തവണ പങ്കെടുക്കുന്നത്. കേരളത്തിൽ നിന്നുൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളും പ്രദർശനത്തിലുണ്ട്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മികവ് വിളിച്ചോതി അപ്പേഡ പവലിയൻ ചെയർമാൻ അഭിഷേക് ദേവ്, ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി എന്നിവരുടെ സാന്നിധ്യത്തിൽ ഫുഡ് പ്രോസസിംഗ് ആൻഡ് ഇൻഡസ്ട്രി സെക്രട്ടറി AP ദാസ് ജോഷി ഉദ്ഘാടനം ചെയ്തു. ആഗോള കാർഷിക ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ പ്രദർശനവുമായി ശ്രദ്ധേയമാണ് ലുലു പവലിയൻ. കാനഡ, ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്ക തുടങ്ങിയ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ലുലു അവതരിപ്പിച്ചു. 195 രാജ്യങ്ങളിൽ നിന്നുള്ള എക്സിബിറ്റേഴ്സാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. ഈ ഫുഡ് സെക്ടറിൽ ഒരുപാട് പുതിയ ഇന്നോവേഷൻസ് ഇൻവെൻഷൻസ് ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. ഭക്ഷണം എന്നത് നമ്മുടെ ജീവിതത്തിന് അനിവാര്യമാണ്. പക്ഷേ ഹെൽത്തി ഫുഡാണ് ഇപ്പോഴത്തെ സ്ലോഗൻ. ഞങ്ങൾക്ക് 21 രാജ്യത്ത് ഫുഡ് പ്രോസസ്സിംഗ്, പ്രൊക്യൂർമെൻറ്റ് ആൻഡ് ലോജിസ്റ്റിക്സ് ഉണ്ട്. ഇന്ത്യയിൽ നിന്ന് ഞങ്ങൾ ഏതാണ്ട് 10,000 crore rupees എക്സ്പോർട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 15,000 crore ആക്കാനുള്ള പരിപാടിയിലാണ് ഞങ്ങൾ. കേരളത്തിൽ നിന്ന് ആൾറെഡി നമ്മൾ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് കൊണ്ടുവരുന്നുണ്ട്. ഇനിയും ഒരുപാട് കേരളത്തിൽ ചാൻസ് ഉണ്ട്. ലിത്വാനിയ, ഓസ്ട്രേലിയ, പോളണ്ട്, അതുപോലെ കാനഡ, ഓസ്ട്രേലിയ. അപ്പോൾ അവരൊക്കെ പുതിയ പുതിയ പ്രൊഡക്റ്റുകളുടെ ആളുകളുമായിട്ടും അവർ ഗവൺമെൻറ് ആൻഡ് സെമി ഗവൺമെൻറ് അവർ എല്ലാ ഗവൺമെൻറ്റുകളും ഇപ്പോൾ സെമി ഗവൺമെൻറ് പ്രൊഡക്ഷൻ സെൻറ്റർ തുടങ്ങുകയാണ്. വർക്കല SN കോളേജ് അലൂമിനി സംഘടനയായ സ്നാക്കോസിന്റെ 20ാം വാർഷികാഘോഷം ജനുവരി 25-ന് ദുബായ് എത്തിസലാത്ത് അക്കാദമിയിൽ പ്രൗഢഗംഭീരമായി സംഘടിപ്പിച്ചു. പ്രസിഡന്റ് സലിം സായിദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി ഷിബു മുഹമ്മദ് സ്വാഗതം പറഞ്ഞു. പ്രശസ്ത സിനിമാതാരവും നർത്തകിയുമായ ഷംന കാസിം വാർഷികാഘോഷം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. ചീഫ് ഗസ്റ്റായ അക്കാഫ് ഇവന്റ്സ് പ്രസിഡന്റ് ചാൾസ് പോൾ ചടങ്ങിൽ സ്നാക്കോസിന്റെ പുതിയ ലോഗോ പ്രകാശനം ചെയ്തു. ജനറൽ കൺവീനർ ബിജു സത്യൻ, പ്രോഗ്രാം ഡയറക്ടർ ലക്കി രാമചന്ദ്രൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ജോയിന്റ് സെക്രട്ടറി ഇർഷാദ് നന്ദി അറിയിച്ചു. തുടർന്ന് നടന്ന കലാപരിപാടികൾക്ക് അഭിലാഷ് രത്നാകരൻ, രമേശ് ഭാനു, ഷാനി, സുരേഷ് പിള്ളെ, ശ്യാം, രാജാറാം ഷാ, ഷിബു സലാഹുദ്ദീൻ, അഡ്വക്കേറ്റ് ഷാനവാസ്, ഷബ്ന, ഗാന എന്നിവർ നേതൃത്വം നൽകി. പ്രശസ്ത ഗായികയും വയലിനിസ്റ്റുമായ ലക്ഷ്മി ജയൻ, സാംസൺ എന്നിവരുടെ സംഗീത സന്ധ്യ പരിപാടിക്ക് കൂടുതൽ ഭംഗി പകർന്നു. മാരത്തൺ എൻഡ്യൂറൻസ് റണ്ണറും കൊമേഴ്സ്യൽ പൈലറ്റുമായ ക്യാപ്റ്റൻ ദീപക് മഹാജന് ഖത്തർ ടെക്കിന്റെ ആദരം. ഖത്തറിലെ പ്രമുഖ മാൻപവർ സ്ഥാപനമായ ഖത്തർ ടെക് ദീർഘദൂരം ഓട്ടമത്സരങ്ങളിലെ അതുല്യ നേട്ടങ്ങളും ഫിറ്റ്നസിനോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധതയും പരിഗണിച്ച് അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയനായ മാരത്തൺ എൻഡ്യൂറൻസ് റണ്ണറും കൊമേഴ്സ്യൽ പൈലറ്റുമായ ക്യാപ്റ്റൻ ദീപക് മഹാജനെ ആദരിച്ചു. ഖത്തർ ടെക് ഓഫീസിൽ നടന്ന അനുമോദന ചടങ്ങിൽ കഠിനമായ വ്യോമയാന തൊഴിൽ ജീവിതത്തിനിടയിലും കർശനമായ പരിശീലനത്തിലൂടെ കായിക രംഗത്ത് ഉന്നത നേട്ടങ്ങൾ കൈവരിക്കുന്നതിലൂടെ യുവതലമുറയ്ക്കും തൊഴിൽ രംഗത്തുള്ളവർക്കും മാതൃകയായ വ്യക്തിത്വമാണ് ക്യാപ്റ്റൻ മഹാജൻ എന്ന് ഖത്തർ ടെക് മാനേജ്മെന്റ് വിലയിരുത്തി. വിവിധ രാജ്യങ്ങളിലായി നടന്ന നിരവധി മാരത്തണുകളും അൾട്രാ എൻഡ്യൂറൻസ് റേസുകളും വിജയകരമായി പൂർത്തിയാക്കിയ ക്യാപ്റ്റൻ ദീപക് മഹാജൻ മാനസിക ശക്തിയുടെയും അചഞ്ചലമായ ദൃഢനിശ്ചയത്തിന്റെയും പ്രതീകമായി മാറിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ യാത്ര, സമർപ്പണം, സഹനം, ലക്ഷ്യബോധം എന്നിവയുടെ ഉദാത്ത ഉദാഹരണമാണെന്ന് ഖത്തർ ടെക് നേതൃത്വം വ്യക്തമാക്കി. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് ജാമ്യം. 3ാമത്തെ ബലാത്സംഗ കേസിലാണ് പത്തനംതിട്ട സെഷൻസ് കോടതി രാഹുലിന് ജാമ്യം അനുവദിച്ചത്. ശബരിമല സ്വർണ്ണമോഷണ കേസ് തന്ത്രിയുടെ ജാമ്യഹർജി പരിഗണിക്കുന്നത് മാറ്റി. കട്ടിളപ്പാളി കേസിലാണ് 3ാം തീയതിയിൽ വാദം കേൾക്കുക. സുകുമാരൻ നായർ നിസ്വാർത്ഥനും മാന്യനുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ. ഐക്യനീക്കം തെരഞ്ഞെടുപ്പ് അജണ്ടയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. നായർ ഈഴവ ഐക്യം ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കുമെന്നും പ്രതികരണം. അമേരിക്കയിലെ ജോലി അമേരിക്കക്കാർക്ക്. H1B വിസ അപേക്ഷകൾ മരവിപ്പിച്ച് ടെക്സാസ്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം.